വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും കുറെ ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. അതുമാത്രമല്ല ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പൊ ഇതിൽ കുറെ തെറ്റും ശരികളൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്നെ കണ്ടിട്ട് തീരുമാനിക്കുക. അത് മാത്രമല്ലാണ്ട് LGBT അല്ലെങ്കിൽ പ്രൈഡ് മന്ത് എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ആണും കല്യാണം കഴിക്കണതും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കണതും ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ നടത്തുന്ന ഒരു റാലി ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫോണിലാണെങ്കിൽ. ഇപ്പൊ ജൂൺ അതിനെയാണ് പ്രൈഡ് മന്ത് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതിനെ ഒന്നും പറയില്ല. അല്ലാണ്ട് ഞാനിപ്പോ ഒരു കമ്മ്യൂണിറ്റിനെ കളിയാക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾ കേട്ടിട്ട് ശരിയാണോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ ആദ്യം പോയിന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഡൗട്ട് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം നമ്മൾ ജെൻഡർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അവയവം നോക്കിയിട്ട് നമ്മളെ വേർതിരിക്കുന്നതിനെയാണ് ജെൻഡർ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ സ്വയം എന്തായിട്ടാണോ നമ്മളെ ഫീൽ ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് ജെൻഡർ ഐഡന്റിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ജെൻഡർ, നമ്മളിപ്പോ ഒരു അഡൾട്ട് ആയതിനു ശേഷം നമുക്ക് ഏത് ജെൻഡേഴ്സിനോടാണോ ആകർഷണം തോന്നുന്നത് അപ്പൊ അതിനെ പറയുന്ന പേരാണ് സെക്ഷൽ ഓറിയന്റേഷൻ. ഇതുവരെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ 2018 നമ്മുടെ സുപ്രീം കോടതി ഇതിനെ ലീഗലാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ കല്യാണം കഴിക്കുന്നതിന് ലീഗലാക്കി. ഇതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും കുറച്ച് പേര് ഹോമോഫോബിക് ആയിട്ട് ഇങ്ങനെയുള്ളവരെ കളിയാക്കണതും ആക്രമിക്കണതും അതുപോലെ തന്നെ ഒതുക്കി നിർത്തണതും ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയും. അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി പോയിട്ട് ആണുങ്ങളെ പോലെ മുടി വെട്ടിക്കഴിഞ്ഞാൽ നീ എന്താ ആണുങ്ങളെ പോലെ നടക്കണം അങ്ങനെ പറയണതും, അതുപോലെ തന്നെ ഒരു ബോയ് പോയി കരഞ്ഞു എന്ന് വെച്ചാൽ നീ എന്തിനാണ് പെണ്ണുങ്ങളെ പോലെ കരയണം അങ്ങനെയൊക്കെ പറയില്ലേ. ഇതിനാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അമ്മന്റെ വയറ്റിൽ ഗർഭപാത്രം അതായത് യൂട്രസിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും പെണ്ണായിട്ടാണ് ഉണ്ടാവുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള സെൽസിൽ 23 ക്രോമോസോം സെൽസിൽ 23ാമത്തെ ക്രോമോസോം സെല്ല് എക്സ് ആണെങ്കിൽ പെണ്ണായിട്ടും XY ആണെങ്കിൽ ആണായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു നമ്മൾ ആദ്യമുള്ള പ്രോസസ് നടക്കുക. അത് കഴിഞ്ഞ് 8ാമത്തെ ഇപ്പൊ നമ്മളൊരു ആണാണെങ്കിൽ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ടായി അത് എല്ലാ ഓർഗൻസിലും എത്തുമ്പോഴാണ് നമ്മൾ ഒരു ആണായിട്ട് കണക്കാക്കപ്പെടുക, ഇല്ലെങ്കിൽ പെണ്ണായിട്ടും. ഇങ്ങനെയാണ് പ്രോസസ് നടക്കുക. ഇത് മാത്രമല്ലാണ്ട് നമ്മുടെ ബ്രെയിൻ സെൽസിൽ ഹിപ്പോതലാമസിൽ പോയിട്ട് ക്രോമോസോം 13 SLI-TRK അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊന്നും പറഞ്ഞ് ലോങ് ആക്കില്ല. നമുക്ക് ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് മാത്രം ഇങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇങ്ങനത്തെ ഇംബാലൻസ് ഇതിൽ വരുന്ന റയർ ആയിട്ടുള്ള കേസുകളിലാണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുക. നമ്മൾ ആണിന്റെ ശരീരവും പെണ്ണിന്റെ ഇങ്ങനെയൊക്കെ മാറ്റം വരുന്നത് ഇങ്ങനെയുള്ള നമ്മൾ ജനിച്ചിട്ട് വരുന്ന ഈ പ്രോസസ്സിലാണ്. അത് വളരെ കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ വരുന്ന ആൾക്കാർ. പിന്നെ ഇത് മനുഷ്യന്മാരിൽ മാത്രമാണോ ഇങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ അല്ല. ഒരു 8% മെയിൽ ഷീപ്പ് ഇല്ലേ, അതായത് മെയിൽ ആടുകൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ ഒരു പ്രത്യേക ഇനം ഡോൾഫിൻസിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഇനം പക്ഷികൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടും റയർ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് മാത്രം മനസ്സിലാക്കാം. അല്ലാണ്ട് സയന്റിഫിക് ആയിട്ടൊക്കെ പറഞ്ഞാൽ ബോറടി. ഇനി പ്രൈഡ് മന്തിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് പ്രൈഡ് മന്ത് നടത്തുന്നത് അവരുടെ വാദം, കുറച്ച് പേരുടെ വാദം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇനിയും പുറത്ത് വരാണ്ട് ഇരിക്കണം, അവർക്ക് വേണ്ടി വോയിസ് റൈസ് ചെയ്യണം, അതുപോലെ അവർ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സോഷ്യലായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് കാരണം ആരും അഫക്റ്റ് ആവാനും പാടില്ല, ആരും ബാഡ് ഇൻഫ്ലുവൻസും ആവാൻ പാടില്ല. ഇത് കാരണം ഇങ്ങനെ ആവുമ്പോഴാണ് പ്രശ്നം. കാരണം ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഒരു പാർട്ടി സമ്മേളനമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ പരിപാടി നടത്തുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അവരുടെ കമ്മ്യൂണിറ്റി വലുതാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ കമ്മ്യൂണിറ്റി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിപാടി നടത്തുക. കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ വലുതാകുമ്പോൾ അല്ലെങ്കിൽ അമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വലുതാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൽ ഉണ്ടാകുന്നതും ഒരാളിനെ അട്രാക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് മൂലം ഒരാൾ ഈ കമ്മ്യൂണിറ്റിയിൽ വരില്ലേ, അതാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കുട്ടികൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മളൊരു കുറെ പിള്ളേരൊക്കെ ചേർന്നിട്ട് എക്സാമ്പിൾ ഒരു ഹോളി പരിപാടി തന്നെ വയ്ക്കാം, മുകളിലൊക്കെ ചായയൊക്കെ തേച്ച് കളിക്കാൻ. അപ്പൊ 2 കുട്ടികൾക്കെങ്കിലും ഇതിനോട് ആകർഷണം തോന്നിയിട്ട് ഇതിൻ്റെ ഒപ്പം കളിച്ച അടിപൊളിയായിരിക്കും തോന്നാറുണ്ട്. അതായത് പറഞ്ഞു വരികയാണെങ്കിൽ
ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവര് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു ഓക്കെയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഹോർമോണൽ ഇംബാലൻസ് ഇല്ലാത്ത ഒരു കുട്ടി ഇതിലോട്ട് വരുന്നു, ഇതിലോട്ട് ആകർഷിക്കപ്പെട്ടു എന്ന് ഉണ്ടാവുന്നതാണ് പ്രശ്നം. കാരണം ഇപ്പൊ നമ്മുടെ 99% കുട്ടികളുടെ അടുത്തും സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോ എനിക്കറിഞ്ഞത് കുറെ ഹോർമോണൽ ഇഞ്ചക്ഷനും ഓപ്പറേഷൻസും അവൈലബിൾ ആണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് ലീഗൽ ആണെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. സംഭവം ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്, ഒരു കുട്ടിയാ പുറത്താണ്, ഫോറിനിലെ ഒരു കുട്ടി ചെറുപ്പത്തിൽ, ഇപ്പൊ 18 വയസ്സ് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം തന്നെ എല്ലാവരും മെച്യൂരിറ്റി അല്ലെങ്കിൽ നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഓരോ ഏജ് ആയിരിക്കും. 18 വയസ്സ് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എത്രത്തോളം നമ്മുടെ ജെൻഡറിനെ കുറിച്ച് അവെയർ ആയിട്ടെന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി, ഞാൻ കേട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ കുട്ടി ചെറുപ്പത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് വലുതായിട്ട് ആ കുട്ടി ഇതന്നെയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് ആ കുട്ടി സൂസൈഡ് ചെയ്ത കഥയൊക്കെ ഞാൻ കേട്ടു. അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആക്കുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിലെ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ലൈക്ക് ചെയ്യുകയോ അതിൽ എൻഗേജ്ഡ് ആവുമ്പോൾ ഫുൾ ടൈം അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ ഫുൾ ബോഡി ബിൽഡിംഗ് ആയിരിക്കും വരിക. അതുപോലെ LGBT കുറിച്ച് ഒരു കുട്ടി കണ്ടു ചെറുതായിട്ട് ഇൻഫ്ലുവൻസ് ആയാലും അതിന് നന്നായിട്ട് ബൂസ്റ്റ് ആക്കി വിടുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ. പറയാതെ എന്താ വെച്ചാൽ, നമ്മൾ നാച്ചുറലായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരുന്നവരാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റി നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ ആവുന്ന സമയത്ത് ഇതിന്റെ മോട്ടീവ് എന്തെന്ന് വെച്ചാൽ, ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു എയിം ഉണ്ടാവും, എല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. നമ്മളൊരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാൻ, എന്തിന്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതിന്റെ എന്താണ് എയിം? സ്വാതന്ത്ര്യം മേടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു നക്സലൈറ്റ് ആണ് വെച്ചാൽ ഈ രാജ്യത്തിനെ അഴിക്കുക. അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഓരോരോ മോട്ടീവ് ഉണ്ട്. അപ്പൊ ഈ കുറെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിള്ളേരിനെ കയറ്റി ഈ ഇംബാലൻസേ ഇല്ലാത്ത പിള്ളേർ പോലും ഇതിൽ അട്രാക്റ്റ് ആയി വന്ന ലാസ്റ്റ് ഇതിന്റെ മോട്ടീവ് ഒരു സെക്ഷൽ പ്ലഷർ തീർക്കാനോ അല്ലെങ്കിൽ സെക്ഷൽ ഫാന്റസി ആയിട്ട് മാത്രം മാറുമോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അല്ല പറയണത്. ഇങ്ങനെ എനിക്ക് തോന്നി. ഇപ്പോ ഒരു 10% പിള്ളേരെങ്കിലും ഇത് കണ്ടിട്ട് ആകർഷപ്പെട്ടിട്ട്, ചെറിയ വയസ്സിലേ ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ ആയി മാറുമോ, അവർക്കൊരു കഷ്ടമായിട്ടുള്ള സിറ്റുവേഷൻ വരുമോ എന്ന് തോന്നി. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ.